ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ ബീജം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിദഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഹിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോ. സമാദരണീയരായ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 20-ാം അധ്യായം, തൃതീയ സ്കന്ധം 20-ാം അധ്യായം 9-ാമത് ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. 3-ാം അധ്യായം തൃതീയ സ്കന്ധം അധ്യായം 20 ശ്ലോകം 9 8 വരെയാണ് കഴിഞ്ഞ എടുത്തെടുത്ത് 9-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ നമുക്ക് മിസ്സായി പോയി, ഒക്കെ നമുക്ക് പരിഹരിച്ച് പോവാം. എന്തായാലും നമുക്ക് എൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ ഒഴിയാന്നൊക്കെ ചിലപ്പോൾ മറന്നുപോയി കാണുമായിരിക്കും. ഇന്നും വായിക്കുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് 9-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. വിദുരൗവാചാം പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാപർഗേ പ്രജാപതീൻ കിമാരഭതേ മേ ബ്രഹ്മന്നെ പ്രബ്രൂഹ്യ അവ്യക്തമാർഗവിത്. ഈ 20-ാം അധ്യായത്തിലെ ശൗനകന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് സൂതൻ ബാക്കി കഥ പറയുകയാണ്. വിദുരൻ മൈത്രേയനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം എന്നാണ്. വിദുരൻ ചോദിച്ചത്, പ്രജാപതികളുടെ പതിയായ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് പ്രജകളുടെ സൃഷ്ടിയിൽ പ്രജാപതീൻ പ്രജാപതിമാരെ സൃഷ്ടിച്ചിട്ട് കിം ആരഭതേ എന്താണ് ചെയ്തത്, ആരംഭിച്ചത്, മേ എന്നോട്, ഹേ ബ്രഹ്മൻ, രുദ്രൂഹി പറയൂ, വിസ്തരിച്ച് പറയൂ, അവ്യക്തമാർഗവിത് അവ്യക്തമായ മാർഗത്തെ അറിയുന്നവനായ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ വിശേഷണമാണ്. അവ്യക്തമാർഗവിത്ത് പ്രജാപതിപതി പ്രജാസൃഗേ പ്രജാപതീൻ സൃഷ്ട്വാ കിം ആരഭതേ മേ പബ്രൂഹി. ബ്രഹ്മൻ സംബോധനയാണ്. അവ്യക്തമായ എല്ലാ മാർഗങ്ങളും അറിയുന്നവനായ ബ്രഹ്മാവ് പ്രജാപതിമാരെ സൃഷ്ടിച്ചിട്ട് എന്താണ് ചെയ്തത് എന്ന് എന്നോട് പറയൂ. അടുത്ത സൃഷ്ടിക്രമത്തെ കുറിച്ച് പറയൂ എന്ന് ചോദിക്കാം. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസൃഗേ പ്രജാപതീൻ കിമാരഭതേ മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. പ്രജാപതിപതി പ്രജാസൃഗേ പ്രജാപതീൻ സൃഷ്ട്വാ അവ്യക്തമാർഗവിത് കിം ആരഭതേ. ഹേ ബ്രഹ്മൻ, മേ പ്രബ്രൂഹി. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസൃഗേ പ്രജാപതീൻ കിം ആരഭതേ മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസൃഗേ പ്രജാപതീൻ കിം ആരഭതേ മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. യേ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനു തേ വൈ ബ്രഹ്മണ ആദേശാൽ കഥം ഏതദഭാവയൻ. അങ്ങനെ പ്രജാപതിപതി പിന്നെന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? കേട്ടതനുസരിച്ച് മരീച്യാദികളായ മഹർഷിമാരും വിപ്രന്മാരും യസ്തു സ്വയംഭുവോ മനുവും തേ വൈ ബ്രഹ്മണ ആദേശാത് അവരൊക്കെ ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് കഥം ഏതത് അഭാവയൻ എങ്ങനെ സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ. അപ്പൊ സൃഷ്ടിയെ കുറിച്ചാണ് അടുത്ത ചോദ്യം. ഇവരെ സൃഷ്ടിച്ചു, ശരിയാണ്. മനുക്കളെ സൃഷ്ടിച്ചു, മരീച്യാദികളെ സൃഷ്ടിച്ചു, പ്രജാപതികളെ സൃഷ്ടിച്ചു. അവരൊക്കെ എങ്ങനെയാണ് പിന്നീടുള്ള സൃഷ്ടി ചെയ്തത് എന്ന് പറയും.
അവർ അനങ്ങാതിരുന്നോ? അവരെന്താണ് അടുത്ത നടപടിയെടുത്തത് എന്താണ് എന്നിങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. ഏ മരീച്യാദയോ വിപ്രായസ്തു സ്വയംഭുവോ മനു തേ വൈ ബ്രഹ്മണ ആദേശാൽ കഥമേതദഭാവയൻ. മരീച്യാദേഹ വിപ്രാഹ യേ സ്വയംഭൂ മനുഭൂത്യഃ തു തേ വൈ ബ്രഹ്മണ ആദേശാത് ഏതത് കഥം അഭാവയൻ. ഏ മരീച്യാദയോ വിപ്രായസ്തു സ്വയംഭുവോ മനു തേ വൈ ബ്രഹ്മണ ആദേശാൽ കഥമേതദഭാവയൻ. ഏ മരീച്യാദയോ വിപ്രായസ്തു സ്വയംഭുവോ മനു തേ വൈ ബ്രഹ്മണ ആദേശാൽ കഥമേതദഭാവയൻ. തദ്വിതീയാഃ കിമഫൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോഫിത് സംഹതാഃ സർവ ഇദം സമകൽപ്പയൻ. തദ്വിതീയാഃ പത്നിയോട് കൂടിയതായിട്ട്. ദ്വിതീയ എന്ന് വെച്ചാൽ പത്നി എന്ന്. തദ്വിതീയ രണ്ടാമവളോട് കൂടിയ, പത്നിമാരോട് കൂടി. കിം അഫൃജൻ അങ്ങനെയാണോ സൃഷ്ടിച്ചത്? വിവാഹം കഴിച്ച് പത്നിമാരോട് കൂടി ചേർന്നിട്ടാണോ സൃഷ്ടിച്ചത്? ഉത സ്വതന്ത്രാഹ അല്ലെങ്കിൽ കർമ്മസു സ്വതന്ത്രാഹ കർമ്മങ്ങൾ സ്വതന്ത്രരായിട്ടാണോ? സൃഷ്ടികർമ്മത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി സൃഷ്ടിച്ചതാണോ? അതോ രണ്ടാമവളായ പത്നിയെ ആശ്രയിച്ച് സൃഷ്ടിച്ചതാണോ? ആഹോഫിത് അല്ലെങ്കിൽ, ആഹോഫിത് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്നാണ്. സംഹതാഹ സർവ ഇദം സമകൽപ്പയൻ. സംഹതാഹ ഇദം കൂടിയാലോചിച്ചിട്ടാണോ ഇതിനെ സൃഷ്ടിച്ചത്? സങ്കല്പ സാമർഥ്യം കൊണ്ടാണോ അതോ എല്ലാവരും ഒന്നായി ചേർന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെ ആദ്യം സൃഷ്ടിക്കണം എന്ന് ആലോചിച്ചിട്ടാണോ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത്? പത്നിയോട് കൂടിയിട്ടാണോ? സ്വതന്ത്രമായിട്ടാണോ? എല്ലാവരോടും കൂടി ആലോചിച്ചാണോ? ഈ 3 ചോദ്യങ്ങളാണ്. ദ്വിതീയാഖ്യമഫൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോഫിത് സംഹതാ സർവ ഇദം സമകൽപ്പയൻ. തദ്വിതീയാഃ ഇദം അഫൃജൻ കിം ഉത കർമ്മസു ആഹോഫിത് സർവേ സംഹതാഃ ഇദം സമകൽപ്പയൻ സ്മ. തദ്വിതീയാഖ്യമഫൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോഫിത് സംഹതാ സർവ ഇദം സമകൽപ്പയൻ. തദ്വിതീയാഖ്യമഫൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോഫിത് സംഹതാ സർവ ഇദം സമകൽപ്പയൻ. മൈത്രേയ ഉവാച. ഇത്രയും 3 ശ്ലോകത്തിൽ 3 ചോദ്യങ്ങൾ ചോദിച്ച് വിദുരൻ ഉപസംഹരിച്ചപ്പോൾ മൈത്രേയൻ മറുപടി പറയാൻ ആരംഭിച്ച. ഒന്നാമത്തെ ചോദ്യം, പ്രജാപതിമാരെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? അടുത്ത ചോദ്യം, മരീച്യാദികളെയും മനുവിനെയും പ്രജാപതിമാരെയും സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത്? പിന്നെ സൃഷ്ടിച്ചതൊക്കെ പത്നിമാരോട് കൂടിയിട്ടാണോ സ്വതന്ത്രമായിട്ടാണോ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചിട്ടാണോ? ഈ ചോദ്യങ്ങളാണ് വിദുരർ ചോദിച്ചത്. മൈത്രേയന് മറുപടി കേൾക്കാം. ദൈവേന ദുർവിതർക്കേന പരേണ നിമിഷേണ ജാതക്ഷോഭാത് ഭഗവതോ മഹാനാഫിത് ഗുണത്രയാത്. ദൈവേന ദുർവിതർക്കേന ദുർവിതർക്യം തർക്കിക്കാൻ പോലും വിഷമമുള്ള, ആലോചിക്കാൻ പോലും വിഷമമുള്ള, ഊഹിക്കാൻ പോലും വിഷമമുള്ള. തർക്കശബ്ദത്തിന് 2 അർത്ഥമുണ്ട്. ഊഹിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക, വിചാരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് വിതർക്കമല്ല, ദുർവിതർക്കം. വളരെ വിഷമിച്ചു മാത്രമേ ചിന്തിക്കാൻ പറ്റാവുന്ന, ദൈവേന ദൈവത്താൽ, വിധിയാൽ, പരേണ പ്രകൃതിയിലുള്ള
ഇവിടെ പരശബ്ദത്തിന് പ്രകൃതി എന്നർത്ഥം. അനിമിഷേണ ച, അനിമിഷം കണ്ണടയ്ക്കാതിരിക്കുക, അനിമേഷം ചെയ്യുക, കണ്ണടയ്ക്കാതിരിക്കുക. പരേണ അനിമിഷേണ ച, ഈ പ്രകൃതിയിൽ അധിവസിക്കുന്ന കണ്ണടയ്ക്കാതിരിക്കുന്ന ദൈവത്താൽ, പരേണ അനിമിഷേണ ദുർവിതർക്കേന ദൈവേന ജാതക്ഷോഭാത്, ഒരു ക്ഷോഭം ഉണ്ടായിട്ട് ഭഗവതോ, അങ്ങയുടെ ഭഗവാന്റെ മഹാൻ ആഫീത് ഗുണത്രയാ, ഗുണത്രയത്തിൽ നിന്നും മഹാൻ ആഫീത്, മഹത്തത്വം എന്ന തത്വം ഉണ്ടായി. ഗുണത്രയങ്ങൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം കിട്ടുന്നതായ മഹത്തെന്ന ഒരു തത്വത്തെയാണ് ആദ്യമായും സൃഷ്ടികർത്താവ് ഈശ്വരൻ, വിധി അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം സൃഷ്ടിച്ചത്. കാരണം ഊഹിക്കാൻ പോലും ആവാത്ത മട്ടിൽ കണ്ണടയ്ക്കാതെ ജാഗരൂകനായിരിക്കുന്ന കാലസ്വരൂപനായ ഈശ്വരൻ. ഇവിടെ ഈശ്വരൻ കാലമാണ്. ഇവിടെ ദൈവത്തെ സംബോധന ചെയ്ത കാലസ്വരൂപനായിട്ടാണ്. അങ്ങനെ കാലസ്വരൂപനായി ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ കാലം ഉണ്ടായപ്പോൾ, കാലം എന്ന് വെച്ചാൽ ചലനം എന്നാണ്. അത് ഈ പരബ്രഹ്മ ചൈതന്യം സൃഷ്ടിക്കണമെന്ന് ഇച്ഛിച്ചപ്പോൾ ഒരു ചലനം ഉണ്ടായി. ഇച്ഛയാണ് ചലനം. ആ ചലനമാകുന്ന കാലത്തിൽ നിന്നും ആ കാലത്തിൽ ലയിച്ചിരുന്ന ജീവരാശികൾ അദൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവരാശികൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ പാകത്തിന് ശരീരങ്ങളെ നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ത്രിഗുണാത്മകമായ അവ്യക്തത്തിൽ നിന്നും അതിനൊരു ക്ഷോഭമുണ്ടായപ്പോൾ മഹത്തത്വം ഉണ്ടായി. അപ്പൊ ആദ്യം ഉണ്ടായത് ഇച്ഛാശക്തിയാണ്. അതിൽ നിന്നും കാലം എന്ന ചലനം ഉണ്ടായി. ചലനം എവിടെയുണ്ടോ അവിടെ ക്ഷോഭം ഉണ്ടാകും, ഒരു വിക്ഷോഭം ഉണ്ടാകും. അതിനാണ് അടുത്ത കാലത്ത് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് സയൻസുകാർ കുറെ തിയറികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഭാഗവതത്തിൽ പറഞ്ഞു വെച്ച ആദ്യത്തെ ക്ഷോഭമാണ്, ഒരു ഇളക്കമാണ്. ആ ഇളക്കത്തിൽ നിന്നും ഒരു പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാലത്തിന്റെ പ്രചോദനം കൊണ്ട് കാലം പൊട്ടിത്തെറിച്ചിട്ട് അതിൽ നിന്നും ഒരു ശക്തി ഉണ്ടായി. ആ ശക്തിയുടെ പേര് മഹത്ത്. അവിടെയാണ് സൃഷ്ടിയുടെ തുടക്കം. അങ്ങനെ മഹത്ത് എന്നൊരു ശക്തി ആദ്യം ഉണ്ടായി എന്ന് സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് പറയുക. ദൈവേന ദുർവിതർക്കേണ പരേണ നിമിഷേണ ജാതക്ഷോഭാത് ഭഗവതോ മഹാനാഫി ഗുണത്രയാത്. ദുർവിതർക്കേണ പരേണ അനിമിഷേണ ദൈവേന ജാതക്ഷോഭാത് ഭഗവതഃ ഗുണത്രയാത് മഹാൻ ആഫീത്. ദൈവേന ദുർവിതർക്കേണ പരേണ നിമിഷേണ ജാതക്ഷോഭാത് ഭഗവതോ മഹാൻ ആഫീത് ഗുണത്രയാത്. ദൈവേന ദുർവിതർക്കേണ പരേണ നിമിഷേണ ജാതക്ഷോഭാത് ഭഗവതോ മഹാൻ ആഫീത് ഗുണത്രയാത്. രജപ്രധാനാൻ മഹതസ്ത്രീലിംഗോ ദൈവചോദിതാത് ജാതഫർജഭൂതാദിർ യദാദീനി പഞ്ചശാം. രജപ്രധാനാത് മഹതഃ സ്ത്രീലിംഗോ ദൈവചോദിതാത്. രജസ് അധികരിച്ചതാണ്. രജപ്രാധാന്യം കൊണ്ട് മഹത്തിൽ നിന്നും ത്രിലിംഗങ്ങൾ, 3 അടയാളങ്ങൾ, സത്വം രജസ് തമസ് എന്ന 3 അടയാളങ്ങൾ ദൈവചോദിത, ഈശ്വര ഇച്ഛ കൊണ്ട്, ഈശ്വരന്റെ പ്രചോദനം കൊണ്ട് ജാതഃ ഉണ്ടായി. അപ്പോൾ ഈ മഹത്തിൽ നിന്നും ത്രിഗുണങ്ങൾ ഉണ്ടായി. ഈ മഹത്ത് എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയിൽ 3 ഗുണങ്ങൾ അന്തർഭവിച്ച് കിടപ്പുണ്ട്. സത്വവും രജസും തമസും എന്ന 3 ഗുണങ്ങൾ.
പക്ഷേ ഈ ശക്തിക്ക് എപ്പോഴും രജോ ഗുണത്തിന്റെ മഹത്വം കൂടുതലാണ്. അങ്ങനെയുള്ള അതിൽ നിന്നും 3 ലിംഗങ്ങളായ 3 ഗുണങ്ങളോട് കൂടിയ ജാതഃ ഉണ്ടായി. ഫഫർജ സൃഷ്ടിച്ചു. ഭൂതാദിഹി പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. ഭൂതങ്ങളുടെ ആദിയായ അഹങ്കാരത്തെ സൃഷ്ടിച്ചു. ഭൂത ആദിഹി ഭൂതത്തിന്റെ ആദി. അപ്പൊ മഹത്വത്തിന്റെ ഗുണം, അതിൽ നിന്നും അഹങ്കാരം. നോക്കൂ, ഇച്ഛാശക്തി, അതിൽ നിന്നും കാലം, കാലത്തിൽ നിന്റെ പ്രക്ഷോഭം കൊണ്ട് മഹത്ത്, മഹത്തിൽ നിന്ന് ത്രിഗുണങ്ങൾ, ത്രിഗുണത്തിൽ നിന്ന് അഹങ്കാരം. ഇങ്ങനെ സൃഷ്ടിയുടെ ക്രമം പറയുകയാണ്. ഇത് ഭംഗിയായിട്ട് ഭാഗവത വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കും. ഫഫർജ ഭൂതാദിഹി, അതിൽ നിന്നും വിയദാദീനി പഞ്ചശഃ, ആകാശമാദിയായ 5 പഞ്ചഭൂതങ്ങൾ. വിയത്ത് ആകാശം, വിയദ് ആദീനി ആകാശം ആദികളായ പഞ്ചശഃ 5 5ആയിട്ട് സൃഷ്ടിച്ചു. അപ്പം ഈ അഹന്തത്വത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. രജപ്രധാനാൻ മഹദസ്ത്രീങ്കോ ദൈവ ജ്യോതിതാത് ജാതഫർജഭൂതാദീനി പഞ്ചശഃ. ദൈവചോദിതാത് രജപ്രധാനാത് മഹദഃ ത്രിലിംഗഃ ഭൂതാദിഹി ജാതഃ വേദാദീനി പഞ്ചശഃ ഫഫർജ. രജപ്രധാനൻ മഹദസ്ത്രിലിംഗോ ദൈവചോദിതാത് ജാതഫർജഭൂതാദീനി പഞ്ചശഃ. രജപ്രധാനൻ മഹദസ്ത്രിലിംഗോ ദൈവചോദിതാത് ജാതഫർജഭൂതാദീനി പഞ്ചശഃ. താനി ചൈകേശഭ്രഷ്ടും അപമർത്ഥാനി ഭൗതികം പംഹത്യദൈവയോഗേന ഹൈമാണ്ഡം അവാസൃജത്. താനി അവകൾ, ആ പഞ്ചഭൂതങ്ങൾ, ച ഏകൈകശഃ ഓരോന്നോരോന്നായിട്ട്, ച ഏകൈകശഃ ചൈകൈകശഃ, താനി ച അവകളും, ഓരോന്നോരോന്നായിട്ട്, സൃഷ്ടും അപമർത്ഥാൻ സൃഷ്ടിക്കാൻ ശക്തിയില്ലാത്തവരായി, ഭൗതികം ഭൂതങ്ങളെ സംബന്ധിക്കുന്ന സൃഷ്ടികൾക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നും പിന്നെ എന്തെങ്കിലും സൃഷ്ടിക്കാൻ അവർക്ക് ശക്തിയില്ലാതായി. ശക്തിയില്ലാത്ത എന്താണ്? ഓരോരുത്തരും 5ആയിട്ടിരിക്കുക, ഒന്നിച്ചു കൂടിയെങ്കിലേ പറ്റുള്ളൂ. ഇവർക്ക് ഒന്നിച്ചു കൂടണമെന്ന് വിചാരമില്ല, ആ ഒരു ചിന്തയില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ആൾക്കാരെ പോലെ തന്നെ ഞാൻ എൻ്റെ കാര്യം ചെയ്തു ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. മറ്റൊരുവാണ്ട് എനിക്ക് തരേണ്ട ആവശ്യമില്ല. അങ്ങനെ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം 5ആയിട്ട് തന്നെ നിലനിന്നപ്പോൾ താനി ചൈകൈകശഃ അപമർത്ഥാനി ഭൗതികം സംഹത്യ, അവയെ കൂട്ടിച്ചേർത്തു, ഒന്നാക്കി മാറ്റി. ദൈവയോഗേന, അവിടെയാണ് ബ്രഹ്മശക്തിയുടെ നിയോഗം കൊണ്ട് ഹൈമം അണ്ടമവാസൃജത്, സ്വർണമയമായ ഒരണ്ടത്തെ സൃഷ്ടിച്ചു. സ്വർണമയം എന്ന് വെച്ചാൽ സ്വർണം പോലെ തിളങ്ങുന്നത് തന്നെ അർത്ഥമുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു മുട്ടയാണ് എന്നൊന്നും അതിനർത്ഥമില്ല. സ്വർണം പോലെ തിളങ്ങുന്ന ഒരണ്ടത്തെ അസൃജത് സൃഷ്ടിച്ചു. ഇപ്പൊ പഞ്ചഭൂതങ്ങളെ എന്ത് ചെയ്തു? ഒന്നിച്ചു കൂട്ടിച്ചേർക്കാൻ പറ്റി. പൃഥ്വിയും ജലവുമായി കുടിച്ചെന്നു, പൃഥ്വിയും ജലവും അഗ്നിയുമായി കുടിച്ചെന്നു, പൃഥ്വിയും ജലവും അഗ്നിയും വായുവുമായി കുടിച്ചെന്നു, പൃഥ്വിയും ജലവും അഗ്നിയും വായുവും ആകാശവുമായി കുടിച്ചെന്നു. ഇങ്ങനെ ഇവര് പരസ്പരം സംഹത്യ, അവിടെയാണ് ഈശ്വരന്റെ ശക്തി വിനിയോഗിച്ചത്. ഈശ്വരൻ പഞ്ചഭൂതങ്ങളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പരസ്പരം കൂടിച്ചേരാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാക്കി. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരന്റെ ഈ കൈകടത്തൽ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം കൂടിച്ചേരണമെന്ന് തോന്നുക. അതില്ലെങ്കിൽ അങ്ങനെ തോന്നില്ല. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നാതിരിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ശക്തി ക്ഷയിച്ചു തുടങ്ങിയെന്നർത്ഥം. അത് സമ്പൂർണമായി നിൽക്കുകയാണെങ്കിൽ എല്ലാറ്റിനും നിന്നും കൂടിച്ചേരാനുള്ള പ്രവണതയാണ് നമുക്കുണ്ടാകുന്നത്. ഇവിടെ ഈശ്വരന്റെ ശക്തി കൊണ്ട് പഞ്ചഭൂതങ്ങളെ ഒന്നിപ്പിച്ചിട്ട് അതിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന
ഒരു അണ്ഡത്തെ ഉദ്ഭവിപ്പിച്ചു. അണ്ഡാകൃതിയിലുള്ള ഒരു വസ്തു, ഒരു ശക്തിയെ ഉദ്ഭവിപ്പിച്ചു. താനി ജൈകൈക സഫ്രഷ്ടും സമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. താനി ഏകൈകശഃ ഭൗതികം സൃഷ്ടും അസമർത്ഥാനി ദൈവയോഗേന സംഹത്യ ഹൈമം അണ്ഡം അവാസൃജത്. താനി ചൈകൈകശഃ സൃഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. താനി ചൈകൈകശഃ സൃഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. കോശൈഷ്ടാബ്ധിപലിലെ ആണ്ഡകോശോ നിരാത്മക ഭാഗ്യം വൈ വർഷഫാഹഫ്രം അന്വവാദ്ഭീത്തമീശ്വരാം. ഫഹ അവൻ ആ ഈശ്വരൻ അശയിഷ്ട കിടന്നു. അശയിഷ്ട അബ്ധിഫലിലെ സമുദ്രജലത്തിൽ. അബ്ധി സമുദ്രം, ഫലിലം വെള്ളം. അബ്ധിസമുദ്രേ അശയിഷ്ട സമുദ്രജലത്തിൽ കിടന്നു. അങ്ങനെ ആണ്ഡകോശോ നിരാത്മക, ആ അണ്ഡകോശം നിരാത്മകമായിട്ട് അചേതനമായിട്ട്. ഇപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്നിട്ട് സ്വർണം പോലെ തിളങ്ങുന്ന ഒരു അണ്ഡമായി മാറി എന്നാ പറഞ്ഞു. ആ അണ്ഡത്തിന്റെ അകത്ത് ഈശ്വരന്റെ ശക്തി സന്നിവേശിപ്പിച്ചു. എന്നിട്ട് ഈശ്വരൻ ആ അണ്ഡത്തിന്റെ അകത്ത് അങ്ങനെ ഈ അണ്ഡം എവിടെയാ കിടക്കുക? വെള്ളത്തിൽ. അവിടെ അങ്ങനെ കിടന്നു. പക്ഷെ തൻ്റെ ആത്മസ്വരൂപം പ്രവർത്തിക്കില്ല അപ്പോൾ, നിരാത്മകനായിട്ട്. ഭാഗ്രം വൈ വർഷഫാഹഫ്രം അന്വവാദ്ഫീത്തമീശ്വരാം. ഫാഹഫ്രം വൈ, സഹസ്രവർഷത്തിലധികം കാലം, 1000 വർഷത്തിനധികം കാലം. അന്വവാദ്ഫീത് വസിച്ചു. തം ഈശ്വര, ആ അണ്ഡത്തിൽ ഈശ്വരൻ 1000 വർഷക്കാലത്തോളവും അതിൻ്റെ ഉള്ളിൽ അഗ്രഭാഗത്തോടെ ഉള്ളിൽ പ്രവേശിച്ച് അങ്ങനെ അവിടെ കഴിച്ചു കിട്ടി. 1000 വർഷക്കാലം അതിൽ കിടന്നു. ആ അണ്ഡം അങ്ങനെ വെള്ളത്തിൽ കിടന്നു. അതിൻ്റെ അകത്ത് ഈ ശക്തിയും ചൈതന്യമുണ്ട്, പക്ഷെ പ്രവർത്തിക്കില്ല. 1000 വർഷക്കാലം അങ്ങനെ കിടന്നു. കോശൈഷ്ടാബ്ധിഫലിലെ ആണ്ഡകോശോ നിരാത്മകം ഭാഗ്രം വൈ വർഷഫാഹഫ്രം അന്വവാദ്ഫീത്തമീശ്വരാം. ആണ്ഡകോശഃ നിരാത്മകഃ ഭാഗ്രം വർഷഫഹഫ്രം അബ്ധിഫലിലെ അശയിഷ്ട അനു ഈശ്വരഃ തം അവാദ്ഫീത്. കോശൈഷ്ടാബ്ധിഫലിലെ ആണ്ഡകോശോ നിരാത്മകം ഭാഗ്രം വൈ വർഷഫാഹഫ്രം അന്വവാദ്ഫീത്തമീശ്വരാം. കോശൈഷ്ടാബ്ധിഫലിലെ ആണ്ഡകോശോ നിരാത്മകം ഭാഗ്രം വൈ വർഷഫാഹഫ്രം അന്വവാദ്ഫീത്തമീശ്വരാം. അചേതനമായ ആ അണ്ഡം അങ്ങനെ 1000 വർഷക്കാലം പ്രളയജലത്തിൽ കിടന്നു. അതിൽ ഈശ്വരൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത് അചേതനമാണ്. അങ്ങനെ നാരം എന്ന ജലത്തിൽ ശയിച്ചത് കൊണ്ട് നാരായണൻ എന്ന അവിടെ മുതൽ പേര് കിട്ടി വരികയാണ്. തഫ്യനാഭേരഭൂത്പത്മം സഹസ്രർക്കോരുദീധിതി സർവജീവനികായൗകൗ യത്ര സ്വയമഭൂത് സ്വരാട്. തഫ്യനാഭേ അഭൂത്, അവന്റെ നാഭിയിൽ നിന്നും ഉണ്ടായി. നാഭേഹെ അഭൂത് പത്മം, ഒരു താമര. സഹസ്ര അർക്ക ഒരു ദീധിതി, സഹസ്ര അർക്കോരുദീധിതി. സഹസ്രം 1000, അർക്കൻ സൂര്യൻ, ഒരു വലിയ, ദീധിതി രശ്മി.
വലിയ പ്രകാശരശ്മികളുള്ള 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നതുപോലെ പർവ്വജീവനികായ ഓകഹ എല്ലാ ജീവസമൂഹങ്ങളുടെയും വാസസ്ഥാനമായ ഓകഹ വാസസ്ഥാനം. സർവജീവനികായ ഓകോ സർവജീവനികായ ഉകോ എത്ര സ്വയം അഭൂത് സ്വരാജ്. ആ പത്മം, ആ താമര സ്വരാജ് അഭൂത് സ്വയം രാജിക്കുന്നവനായ ബ്രഹ്മാവ് അതിൽ നിന്നും ഉണ്ടായി. ആ അണ്ഡകോശത്തിന്റെ അകത്ത് വെള്ളത്തിൽ ഒരു നാരം അയനമായി കിടക്കുന്ന ആ ഈശ്വര ശക്തിയുടെ നാഭിയിൽ നിന്നും ഒരു താമരയുണ്ടായി. ആ താമരയാകട്ടെ 1000 സൂര്യന്മാർ ഉദിച്ചുയർന്ന പോലെ ശോഭയുള്ളതാണ്. അതിൻ്റെ അകത്ത് സമസ്ത ജീവജാലങ്ങളെയും അന്തർഭവിപ്പിച്ചിട്ടുണ്ട്. ഈ അണ്ടത്തിനകത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ താമരപ്പൂവിലേക്ക് ഉദിച്ചുയരുന്ന പോലെ വന്നു കയറി. അതിൽ നിന്നും അതിൻ്റെ സാക്ഷാത്കൃത രൂപമായ ബ്രഹ്മാവ് ഉണ്ടായി. തസ്യനാഭേരഭൂത്പത്മം സഹസ്രോരുദീതിഥി സർവജീവനികായോഗോ യത്ര സ്വയം അഭൂത് സ്വരാജ്. തസ്യനാഭേഃ സഹസ്രോരുദീതിഥി സർവജീവനികായ ഓകഃ പത്മം അഭൂത് യത്ര സ്വയം സ്വരാട് അഭൂത്. തസ്യനാഭേരഭൂത് പത്മം സഹസ്രോരുദീതിഥി സർവജീവനികായോഗോ യത്ര സ്വയം അഭൂത് സ്വരാജ്. തസ്യനാഭേരഭൂത് പത്മം സഹസ്രോരുദീതിഥി സർവജീവനികായോഗോ യത്ര സ്വയം അഭൂത് സ്വരാൻ. തസ്യനാഭേരഭൂത് പത്മം സഹസ്രോരുദീതിഥി സർവജീവനികായോഗോ യത്ര സ്വയം അഭൂത് സ്വരാജ്. സോനുവിഷ്ടോ ഭഗവതാം യശ്യേതേ ഫലിലാശേ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാം. സോ അനുവിഷ്ടഃ അവൻ അനുവേശിച്ചു, പ്രവേശിച്ചു. ഭഗവത യഹ ശേതേ ഫലിലാശേ ശലിലമാകുന്ന ആശയത്തിൽ, വെള്ളമാകുന്ന ഗൃഹത്തിൽ, യഹ ശേതേ യാതൊരുവനാണോ ശയിക്കുന്നത്, തേന ഭഗവത ആ ഭഗവാനാൽ, അനുവിഷ്ടഃ സഹ പ്രവേശിപ്പിക്കപ്പെട്ടവനായ ബ്രഹ്മാവ്, സ്വയാ തന്നെത്താൻ, സംസ്ഥയാ താൻ ഇരിക്കുന്നതിൽ നിന്നും, യഥാപൂർവം മുമ്പലത്തെ പോലെ, ലോകസംസ്ഥാം നിർമ്മമേ ലോകത്തിന്റെ സംസ്ഥയെ, നിലനിൽപ്പിനെ നിർമ്മമേ ചെയ്തു, നിർമ്മിച്ചു എന്നർത്ഥം. ജലത്തിൽ ശയിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. നാഭിയിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അങ്ങനെ ഭഗവാൻ പ്രവേശിച്ചപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിൽ സൃഷ്ടിച്ചതെല്ലാം ബ്രഹ്മാവിന് ഓർമ്മ. ആ വ്യവസ്ഥ മുഴുവൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തെ അങ്ങനെ തെളിഞ്ഞു കണ്ടു. എന്താ ആദ്യം സൃഷ്ടിക്കേണ്ടത്? ആരോട് ചോദിക്കാനാ? ബ്രഹ്മാവിന് സൃഷ്ടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആദ്യം എന്തിനെ സൃഷ്ടിക്കണം? അപ്പോഴാണ് ഭഗവാൻ ഉള്ളിൽ ഹൃദയാകാശത്തിൽ പ്രകാശിപ്പിച്ചിട്ട് അന്ന് കഴിഞ്ഞ കൽപ്പത്തിൽ എന്താണോ ആദ്യം സൃഷ്ടിച്ചത് കാണിച്ചു കൊടുത്തത്. അതനുസരിച്ച് സൃഷ്ടിച്ചോളാം. അങ്ങനെ ഇന്ന് കാണുന്ന നാമരൂപ വ്യവസ്ഥയോടു കൂടിയ ഈ ലോകത്തെ മുഴുവനും ബ്രഹ്മാവ് സൃഷ്ടിച്ചു, നിർമ്മിച്ചു. സോനുവിഷ്ടോ ഭഗവതാം യശ്യേതേ ഫലിലാശേം ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാം. ഫലിലാശേ യഹ ശേതേ തേന ഭഗവതാം അനുവിഷ്ടഃ സഹ സ്വയാ യഥാപൂർവം ലോകസംസ്ഥാം നിർമ്മമേ. സോനുവിഷ്ടോ ഭഗവതാം
യശ്യേതേ ഫലിലാശേ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാം ഫോനുവിഷ്ടോ ഭഗവതാം യശ്യേതേ ഫലിലാശേ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാം പഫർജഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതാം താമിശ്രമന്ധതാമിശ്രം തമോ മോഹോ മഹാതമാം. പഫർജ സൃഷ്ടിച്ചു ഛായ നിഴലിനെ. പിന്നെ അവിദ്യാം അവിദ്യയെ പഞ്ചപർവാണം അഗ്രത 5 കവരങ്ങളുള്ള, പർവാണം വെച്ചാൽ കവരങ്ങളുള്ള, അഗ്രത ആദ്യം തന്നെ 5 പർവങ്ങളുള്ള അവിദ്യ എന്ന ശക്തിയെ സൃഷ്ടിച്ചു. അവയ്ക്ക് കൊടുത്ത പേരാണ് താമിശ്രം, അന്ധതാമിശ്രം, തമോ, മോഹം, മഹാതമ. ഈ 5 പേരോടുകൂടിയ അവിദ്യയാണ് ആദ്യം സൃഷ്ടിച്ചത്. ഇപ്പൊ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് നിഴലിനെയാണ്. കാരണം പ്രകാശസ്വരൂപമായ അങ്ങയുടെ ശക്തി ഉള്ളിലും പുറത്തും കണ്ടപ്പോൾ ബ്രഹ്മാവിന് തന്റെ നിഴല് കാണാൻ പറ്റി. ഓഹോ, അപ്പൊ ഇതുപോലെയാണ് ഇനി എല്ലാം സൃഷ്ടിക്കേണ്ടത്, നിഴലിൽ കൂടി കണ്ടറിയാൻ പറ്റി. അപ്പം യഥാർത്ഥമായ വസ്തുവിനെ മറച്ചിട്ട് മറ്റൊന്ന് കാണിക്കാനല്ലോ നിഴല് ചെയ്യുന്നേ. ബിംബത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതിബിംബത്തെ കാണിച്ചു തരലാണ്. അതുകൊണ്ട് ജ്ഞാനമാകുന്ന പ്രഭയ്ക്ക് അജ്ഞാനമാകുന്ന നിഴൽ, അതാണ് ഇവിടുത്തെ വ്യവസ്ഥ. ജ്ഞാനമാകുന്ന പ്രഭ, തേജസ്, പ്രകാശരശ്മി, അതിന് അജ്ഞാനമാകുന്ന ഒരു നിഴലുണ്ട് എന്ന് ധരിക്കണം എപ്പോഴും. ലോകത്ത് അങ്ങനെയാണ്. സകല പദാർത്ഥങ്ങളും ജ്ഞാനമാണ്, അറിവാണ്. ആ പദാർത്ഥങ്ങൾക്കൊക്കെ നിഴല് വരും. നിഴല് വാസ്തവത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ്, ഉള്ളതല്ല. വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, പ്രകാശം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് അത് അജ്ഞാനമാണ്. അങ്ങനെ സകല പദാർത്ഥങ്ങളിലെയും അജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചു. ആ സ്വരൂപത്തോടുകൂടി ബ്രഹ്മാവിന്റെ നിഴലുകൊണ്ട് 5 കവചങ്ങളുള്ള അജ്ഞാനത്തെയാണ് സൃഷ്ടിച്ചത്. അതിന്റെ പേരാണ് താമിശ്രം, അന്ധതാമിശ്രം, തമസ്, മോഹം, മഹാമോഹം എന്ന് 5 കവരങ്ങളുള്ള അജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചു ബ്രഹ്മാവ്. പഫർജഛായയാ വിദ്യം പഞ്ചപർവാണമഗ്രതാം താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമാം. ഛായ പഞ്ചപർവാണം താമിശ്രം അന്ധതാമിശ്രം തമഃ മോഹ മഹാതമഃ ഇതി അവിദ്യാം അഗ്രതഃ ഫഫർജ. ഫഫർജഛായയാ വിദ്യം പഞ്ചപർവാണമഗ്രതാം താമിശ്രമന്ധതാമിശ്രം തമോ മോഹോ മഹാതമാം. ഫഫർജഛായയാ വിദ്യം പഞ്ചപർവാണമഗ്രതാം താമിശ്രമന്ധതാമിശ്രം തമോ മോഹോ മഹാതമാം. വിഫർജാത്മനക്കായന്നാഭി നന്ദം സ്തമോമയം ജഗൃഹുരി യക്ഷരക്ഷാംസി രാത്രിം ക്ഷുപ്തം സ്വമുദ്ഭവാം. വിഫർജ സൃഷ്ടിച്ചു ആത്മനഃ തൻ്റെ തന്നെ കായം ദേഹത്തെ ന അഭിനന്ദൻ അഭിനന്ദിച്ചില്ല. എന്തുകൊണ്ടാണ്? തമോമയം, അന്ധകാരത്തിന് തുല്യമായ അവിദ്യ, അബോധം, അറിവില്ലായ്മ, ഇതിനെ സൃഷ്ടിച്ചതായ ഈ ശരീരം ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല, അതിനെ അഭിനന്ദിച്ചില്ല. നന്നായി, നല്ല സൃഷ്ടി എന്നും തോന്നിയില്ല. കഷ്ടം, ഈ ശരീരം കൊണ്ട് ആദ്യം സൃഷ്ടിച്ചത് ഈ അജ്ഞാനത്തെ ആണല്ലോ. അതുകൊണ്ട് എല്ലാ ജീവികളിലും ആദ്യം ഉണ്ടാകുന്ന അജ്ഞാനമാണ്. അജ്ഞാനത്തെ മാറ്റിയിട്ടാണ് ജ്ഞാനം വേണ്ടത്. ജ്ഞാനമാണ് എന്ത് എളുപ്പമായിരുന്നു. നമുക്കൊക്കെ ആദ്യം ഉള്ളിൽ വരുന്ന എന്താണ്? അജ്ഞാനം, അവിദ്യ. അതിനെ മാറ്റിയിട്ടാണ് നമുക്ക് ജ്ഞാനം എന്ന വിദ്യ പ്രകാശിപ്പിക്കേണ്ടത്, തെളിയിക്കേണ്ടത്.
ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ ഇങ്ങനെയാണ് ആദ്യം ഉണ്ടായത്. ബ്രഹ്മാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല. അഭിനന്ദം സ്തമോമയം ജഗൃഹു സ്വീകരിച്ചു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രസമുദ്ഭവാം. അങ്ങനെ അഭിനന്ദിക്കാത്തപ്പോൾ ആ രൂപത്തെ ബ്രഹ്മാവ് വെടിഞ്ഞു, ഉപേക്ഷിച്ചു. ബ്രഹ്മാവിന്റെ ശരീരത്തെ മാറ്റിയപ്പോൾ ആ ശരീരം എവിടെ പോകും? ആ ശരീരം രാത്രിയായിട്ട്. അങ്ങനെയാണ് ഒരു രാത്രി ഉണ്ടായത്. രാത്രി അന്ധകാരമാണ്, അജ്ഞാനമാണ്, ഇരുട്ടാണ്, തമസിന്റെ പ്രതീകമാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ ശരീരം രാത്രിയായി പരിണമിച്ചു. രാത്രി അപ്പൊ തന്നെ ആ ശരീരത്തിൽ നിന്ന് യക്ഷന്മാരും രക്ഷഫുകളും ഉണ്ടായി. യക്ഷരക്ഷാംസി അവരൊക്കെ രാത്രിചരന്മാരാണ്. രാത്രിയിൽ സഞ്ചരിച്ചു പോകുന്നവരാണ് യക്ഷന്മാരും രക്ഷഫുകളും ഒക്കെ. രാക്ഷസന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ രാത്രിയെ സൃഷ്ടിച്ചു. രാത്രിയുടെ സന്തത സഹചാരികളായ യക്ഷരക്ഷഫുകളെ സൃഷ്ടിച്ചു. അവർ ആ രാത്രിയിൽ യക്ഷരക്ഷഫുകൾക്ക് അവരുടെ ശരീരത്തിൽ നിന്നും വിശപ്പ്, ദാഹം എന്നിവയുടെ ഉത്ഭവസ്ഥാനമായ ഒരു ശരീരത്തെയാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ഈ രാക്ഷസന്മാർക്കും യക്ഷന്മാർക്കും ഒക്കെ വിശപ്പ് ആദ്യം ഉണ്ടാകും. അതെത്ര കഴിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ദാഹവും അങ്ങനെ തന്നെയാണ്. ക്ഷുത്ത്, വിശപ്പ്, തൃട്ട്, ദാഹം, സമുദ്ഭവം ഉണ്ടായത്. അപ്പൊ ഈ ബ്രഹ്മാവിന് ആദ്യം ഉണ്ടായ ശരീരം ഇപ്പൊ പോയി എന്നാ പറയാ. അതിനെ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചതായ ആ ശരീരമാണ് രാത്രിയായിട്ട് തീർന്നു. 2 പരാർത്ഥകാലം മുഴുവനും നിലനിൽക്കുന്ന ബ്രഹ്മാവിന്റെ ഈ ദേഹം ഉപേക്ഷിച്ചു എന്നുള്ള വാക്കിന് ദേഹത്തിന്റെ അഭിമാനം ത്യജിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ശരീരം മുഴുവൻ മാറ്റിക്കളഞ്ഞു വിചാരിക്കണ്ട. ഞാൻ അജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നുള്ള അഭിമാനത്തെ അങ്ങ് മാറ്റി. ആ അഭിമാനമാണ് രാത്രിയായിട്ട് മാറുന്നത്. അതിനെയാണ് ശരീരം എന്ന് പറഞ്ഞത്. വേറൊരു ശരീരമാണെന്ന് വിചാരിക്കരുത്. ആ ദേഹം അദ്ദേഹം വിസ്മരിച്ചു. അല്ലെങ്കിൽ തന്റെ യോഗശക്തി കൊണ്ട് പൂർവ്വ ശരീരത്തൊക്കെ ഉപേക്ഷിച്ച് പിന്നെ ഓരോന്ന് സൃഷ്ടിക്കാൻ ആവശ്യമായ ശരീരങ്ങളെ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നു എന്ന് ഇനി അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴാണ് ദാഹവും വിശപ്പുള്ള രാത്രിചരന്മാരെ സൃഷ്ടിച്ചത്. എത്ര കഴിച്ചാലും മതിയാത്തവരായ രാക്ഷസന്മാരെയും യക്ഷന്മാരെയും അങ്ങനെ സൃഷ്ടിച്ചു ബ്രഹ്മാവ്. വിഫർജാത്മനക്കായെന്നാഭിനന്ദം സ്തമോമയം ജഗൃഹുരി യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രസമുദ്ഭവാം. തമോമയം ആത്മനഃ കായം ന അഭിനന്ദൻ വിഫർജ ക്ഷുത്രസമുദ്ഭവാം രാത്രിം യക്ഷരക്ഷാംസി ജഗൃഹു. വിഫർജാത്മനക്കായെന്നാഭിനന്ദം സ്തമോമയം ജഗൃഹുരി യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രസമുദ്ഭവാം. വിഫർജാത്മനക്കായെന്നാഭിനന്ദം സ്തമോമയം ജഗൃഹുരി യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രസമുദ്ഭവാം. ക്ഷുത്രുഭ്യാം ഉപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദുദ്രുവും മാ രക്ഷതേനം ചക്ഷതമിത്യോജു ക്ഷുത്രുല അബ്ദിതാഹം. ക്ഷുത്രുഭ്യാം ദാഹം, വിശപ്പ് ഇവകളാൽ ഉപസൃഷ്ടാഹത്തെ സൃഷ്ടിക്കപ്പെട്ടവരായ ആ യക്ഷന്മാരും രക്ഷസുകളും അവര് ദാഹവും വിശപ്പും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരെ വിശപ്പ് കൂടിയിട്ട് തം ജഗ്ധും അഭിദുദ്രുഹു, ആ ബ്രഹ്മാവിനെ പിടിച്ച് തിന്നാൻ വേണ്ടി അഭിദുദ്രുഹു ഓടി ചെന്നു. ദുദ്രുഹു ഓടി എന്നർത്ഥം. അഭിദുദ്രുഹു ഓടിപ്പോയി. എന്തിനു വേണ്ടി? തം ജഗ്ധും, ജഗ്ധും എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നതിന് വേണ്ടി. തം അവനെ ഭക്ഷിക്കുന്നതിന് വേണ്ടി
ബ്രഹ്മാവിനെ പിടിച്ചു തിന്നാൻ വേണ്ടി അവരെല്ലാവരും കൂടി ഓടിച്ചെന്നു. മാരക്ഷതൈനം യക്ഷത്വമിത്യോരുക്ഷുത്രുടർദിതാഹം. അപ്പോൾ എല്ലാവരും കൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വിശപ്പ് കൊണ്ട് പീഡിതരായ രാക്ഷസന്മാരും രക്ഷസുകളും യക്ഷന്മാരും വിളിച്ചു പറഞ്ഞു, മാ രക്ഷത ഏനം, ഇവനെ പിതാവെന്ന ഭാവത്തിൽ രക്ഷിക്കേണ്ടതല്ലേ, കൊല്ലാമോ? പിതാവിനെ പിടിച്ച് ആരെങ്കിലും തിന്നുമോ വിശപ്പ് കൂടി വിചാരിച്ച്? രക്ഷതീനം, മാ ജക്ഷത്വം, ഭക്ഷിക്കരുത്. ഈ മാ ജക്ഷത്വത്തിന് കൂടെ വരണം. രക്ഷത ഏനം രക്ഷതീനം, ഇവനെ രക്ഷിക്കൂ. മാ ജക്ഷത്വം, ഭക്ഷിക്കരുത്. ഇത്യൂജുഹു എന്ന് പറഞ്ഞു. ക്ഷുത്രുട് അർജിതാഹ, ദാഹവും വിശപ്പും കൊണ്ട് അർജിതരായ അവരെ, പീഡിതരായ അവരെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹേയ് യക്ഷന്മാരെ, രക്ഷസുകളെ, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് തന്നെ ജന്മം നൽകിയ പിതൃതുല്യനായ പിതാവിനെ പോലെയുള്ള ബ്രഹ്മാവിനെ ഭക്ഷിക്കരുത്. ആ ബ്രഹ്മാവ് വേണമല്ലോ നമ്മളെ രക്ഷിക്കാൻ. നമ്മളെ രക്ഷിക്കാനുള്ളവരെ ഭക്ഷിക്കരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ക്ഷുത്രുഭ്യാമുപസൃഷ്ടാസ്തേ തം ജഗ്ധുമഭിദ്രുവു മാ രക്ഷതൈനം ജക്ഷത്വം ഇത്യൂജുക്ഷുത്രുടർദിതാഹം. ക്ഷുത്രുഭ്യാം ഉപസൃഷ്ടാഃ തേ തം ജഗ്ധും അഭിദ്രുവു ഏനം മാ രക്ഷത ജക്ഷത്വം ക്ഷുത്രുടർദിതാഃ ഊചുഃ. ക്ഷുത്രുഭ്യാമുപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദ്രുവു മാ രക്ഷതൈനം ജക്ഷത്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ. ക്ഷുത്രുഭ്യാമുപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദ്രുവു മാ രക്ഷതൈനം ജക്ഷത്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ. ക്ഷുത്രുഭ്യാമുപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദ്രുവു മാ രക്ഷതൈനം ജക്ഷത്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ. ദേവസ്ഥാനാഃ സംവിഘ്നോ മാം ജക്ഷത രക്ഷതാം. അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധാം. അപ്പൊ ബ്രഹ്മാവ് ബ്രഹ്മദേവ താനാഹ അവരോട് പറഞ്ഞു, സംവിഘ്ന, ദുഃഖിതനായിട്ട്, മാം ജക്ഷത, എന്നെ ഭക്ഷിക്കരുത്, രക്ഷത, രക്ഷിക്കൂ എന്ന് ബ്രഹ്മാവ് ഇവരോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എന്നെ ഭക്ഷിക്കരുത്, എന്നെ രക്ഷിക്കേണ്ടവരാണ്. അഹോ മേ യക്ഷരക്ഷാംസി പ്രജാഹ, നിങ്ങളൊക്കെ എൻ്റെ പ്രജകളാണ്. യൂയം ബഭൂവിധ, അങ്ങനെയാണ് നിങ്ങൾ ഭവിച്ചത്. നിങ്ങൾ എൻ്റെ പ്രജകളായി ഭവിച്ചവരാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കേണ്ടവരാണ്. നിങ്ങളെ രക്ഷിക്കേണ്ട എന്നെ നിങ്ങൾ ഭക്ഷിച്ച പിന്നെ നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് എന്നെ ഭക്ഷിക്കരുത് എന്ന് ബ്രഹ്മാവ് അപേക്ഷാഫലത്തിൽ ഇവരോട് അറിയിച്ചു. ദേവസ്ഥാനാഹ സംവിഘ്നോ മാം രക്ഷത രക്ഷതാം. അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധാം. അഹോ മാ രക്ഷത യക്ഷരക്ഷാംസി യൂയം മേ പ്രജാഃ ബഭൂവിധ. സംവിഘ്നഃ ദേവഃ താൻ ആഹ. ദേവസ്ഥാനാഃ സംവിഘ്നോ മാ രക്ഷത രക്ഷതാം. അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധാം. ദേവസ്ഥാനാഃ സംവിഘ്നോ മാം രക്ഷത രക്ഷതാം. അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധാം. ദേവസ്ഥാനാഃ സംവിഘ്നോ മാ രക്ഷത രക്ഷതാം. അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധാം. ദേവതാഃ പ്രഭയാ യായാദീപിൻ പ്രമുഖതോ സൃജത്
തേ അഹാരഷുർദേവയന്തോ വിസൃഷ്ടം താം പ്രഭാമഹ. ദേവതകൾ പ്രഭ കൊണ്ട് യാഹ ദിവ്യൻ യാതൊന്നിനെ ദിവ്യൻ പ്രകാശിപ്പിച്ചുവോ. പ്രമുഖത അസൃജത് മുഖ്യമായി സൃഷ്ടിച്ചുവോ. തേ അഹാരഷുഹു അവർ അഹാരഷുഹു ഗ്രഹിച്ചു സ്വീകരിച്ചു. തേ അഹാരഷുഹു ദേവയന്തഃ ദേവനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ട് വിസൃഷ്ടാം താം പ്രഭാമഹ വിസൃഷ്ടാം ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട താം ആ പ്രഭയെ അഹഫായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെ സ്വയമേവ പ്രകാശിക്കുന്ന ബ്രഹ്മദേവൻ ദേവതകളെയും അവയുടെ പ്രാധാന്യമനുസരിച്ച് സൃഷ്ടിച്ചു. സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ദേവന്മാരൊക്കെ നല്ല തേജസ്സുള്ളവരാണ്. അവര് ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട നല്ല തിളക്കമുള്ള പ്രഭാരൂപമായ ദേഹം പരിണമിച്ചു. അപ്പൊ പകല് ദേവന്മാരാണ്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. രാക്ഷസൻ തീർന്നപ്പോൾ ദേവന്മാർ പകലായി തോന്നുന്നു. അങ്ങനെ രാവഗിരികളെ സൃഷ്ടിച്ചു. ദേവതാ പ്രഭയായാദിവ്യൻ പ്രമുഖതോ സൃജത് ദേഹാർഷുർദേവയന്തോ വിസൃഷ്ടാം താം പ്രജാതാം പ്രഭാമഹാം പ്രഭയാം ദിവ്യൻ യാഹ ദേവതാഃ പ്രമുഖതഃ അസൃജത് തേ ദേവയന്തഃ വിസൃഷ്ടാം താം പ്രഭാം അഹാരഷു ദേവതാഃ പ്രഭയായാം ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാരഷുർദേവയന്തോ വിസൃഷ്ടം താം പ്രഭാമഹാം ദേവതാ പ്രഭയായാം ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാരഷുർദേവയന്തോ വിസൃഷ്ടം താം പ്രഭാമഹാം ദേവതാ പ്രഭയായാം ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാരഷുർദേവയന്തോ വിസൃഷ്ടം താം പ്രഭാമഹാം ദേവോ ദേവാൻ ജഘനത സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. ദേവൻ ദേവാൻ ജഘനതഃ ദേവന്മാരെ ജഘനത്തിൽ നിന്നും, ജഘനം അരക്കെട്ടിൽ നിന്നും സൃഷ്ടിച്ചു. സൃജതി സ്മ അതിലോലുപാൻ അത്യധികം ആസക്തചിത്തന്മാരായ ലോലുപന്മാരായ ദേവന്മാരെ ജഘനത്തിൽ നിന്നും സൃഷ്ടിച്ചു. തഹ ഏനം ലോലുപതയ മൈഥുനായ അഭിപേദിരി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവർ സുഖലോലുപത കൊണ്ട് മൈഥുനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊക്കെ പത്നിമാരെ കിട്ടി, അവരുമായി സുഖമായി രമിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദേവോ അദേവാൻ ജഘനതഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയ മൈഥുനായാഭിപേദിരേ. ദേവഃ അതിലോലുപാൻ അദേവാൻ ജഘനതഃ സൃജതി സ്മ ലോലുപതയാത്തെ മൈഥുനായ ഏനം അഭിപേദിരേ. ദേവോ അദേവാൻ ജഘനതഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. ദേവോ ദേവാൻ ജഘനതഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. തതോ ഹസൻ സ ഭഗവാൻ
അഫുരേർനിരപത്രപൈ അന്വീയമാനഃതരഫാ ക്രുദ്ധോ ഭീതപരാപതത്. തതഃ അനന്തരം ഹസൻ ചിരിക്കുന്നവനായിട്ട് ഭവിച്ചു ഭഗവാൻ ആ ബ്രഹ്മദേവൻ അഫുരേഹി നിരപത്രപൈഹി ലജ്ജയില്ലാത്ത അസുരന്മാരാൽ തരഫ പെട്ടെന്ന് അന്വീയമാനഹ അനുഗമിക്കപ്പെട്ടുകൊണ്ട് ക്രുദ്ധ കോപമുള്ളവനായി ഭവിച്ചിട്ട് ഭീത ഭയമുള്ളവനായിട്ട് ഓടിപ്പോയി. പരാപതത് ഓടി എന്നർത്ഥം. തതോ അനന്തരം ഹസൻഫ അനന്തരം ആ ബ്രഹ്മദേവൻ നന്നായി ചിരിച്ചുകൊണ്ട് അഫുരൈഹി നിരപത്രപൈഹി അപത്രപമില്ലാത്ത അസുരന്മാരാൽ ത്രപ ലജ്ജ അപത്രപം ലജ്ജ വേറിട്ട അസുരന്മാരാൽ അന്വീയമാനഹ പിന്തുടരപ്പെട്ടുകൊണ്ട് തരഫ പെട്ടെന്ന് ക്രുദ്ധോ ഭീത പരാപത കോപിഷ്ഠനായി ഭയത്തിലേക്ക് വീണു. തതോ ഹസൻ ഭഗവാൻ അസുരേർ നിരപത്രപൈ അന്വീയമാനഃതരഫാ ക്രുദ്ധോ ഭീത പരാപതത്. തതഃ ഭഗവാൻ ഹസൻ നിരപത്രപൈഹി അസുരൈഹി തരഫാ അന്വീയമാനഃ ക്രുദ്ധഃ ഭീതഃ പരാപതത്. തതോ ഹസൻ ഭഗവാൻ അസുരൈർനിരപത്രപൈ അന്വീയമാനഃതരഫാ ക്രുദ്ധോ ഭീത പരാപതത്. തതോ ഹസൻ ഭഗവാൻ അസുരൈർനിരപത്രപൈ അന്വീയമാനഃതരഫാ ക്രുദ്ധോ ഭീത പരാപതത്. അത് തീർന്നില്ല. കുറെ ശ്ലോകങ്ങളുടെ തിരിവുള്ളൂ. നമുക്ക് ഇന്ന് നമ്മുടെ സമയമായതുകൊണ്ട് ഉപസംഹരിക്കാം. 25ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നമ്മുടെ അഡ്മിന്മാരാരും കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ചിലപ്പം റെക്കോർഡ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാൻ ഉണ്ടോ? അനതയുണ്ടോ? ആ എന്നാ പിന്നെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്താൽ ചോദിച്ചാൽ ചോദിച്ചോട്ടെ. ഉപസംഹരിച്ചിട്ടല്ലേ? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.